ഡബിൾ വാല്യുവേഷനിലും സമാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും റീവാല്യുവേഷൻ നിലനിർത്തുകയും വേണം. അതോടൊപ്പം ഈ റീവാല്യുവേഷന് വാങ്ങുന്ന തുക, ആ തുക 850 രൂപയാകുമ്പോൾ മാർക്ക് കൂടുന്നുണ്ടെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണം. ഇത് ന്യായമായ ആവശ്യമാണ്. ഈ ന്യായമായ ആവശ്യത്തെ പരിഗണിക്കാൻ മോഹൻ കുന്നുമലിന് സമയമില്ല. പകരം RSSൻ്റെ പരിപാടിയിൽ പോയിരുന്ന് വന്ദേ മാതരത്തെ ബഹുമാനിക്കാത്തവർ അമ്മയെ തിരിച്ചറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയാനുള്ളത്, RSSന് വേണ്ടിയിട്ട് അടിമപ്പണിയെടുക്കുന്ന ഒന്നാം തരം സംഘിയായി മോഹൻ കുന്നുമൽ മാറുകയാണ്. അതിന് കുഴലൂതുന്നവരായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും മാറിയിരിക്കുകയാണ്. സമാനമാണ് സംസ്കൃത സർവകലാശാലയിലെയും സ്ഥിതി. 30 ദിവസമാണ് അവിടെ സമരം നടന്നത്. ആ സമരം നടക്കുന്ന കേന്ദ്രമെന്ന് പറയുന്നത് കാലടിയാണ്, അങ്കമാലി നിയോജക മണ്ഡലത്തിലാണ്. അങ്കമാലി നിയോജക മണ്ഡലത്തിൻ്റെ MLA കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. 24 ദിവസം തിരിഞ്ഞു നോക്കാത്ത MLA അവിടുത്തെ തിയേറ്റർ വിദ്യാർത്ഥികൾ ലൈറ്റ് മരിച്ചുപോയേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പ്രതീകാത്മക നാടകം നടത്തി. ആ നാടകത്തെ നോക്കി പറയുക അപരിഷ്കൃതമായ സമരമാണ്, SFI കൊള്ളില്ല. ഈ പുതുതലമുറയെ നോക്കി പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് മാത്രം ജൻസികളെ ആകർഷിക്കാൻ കഴിയില്ല എന്ന് റോജി എം ജോണിനോട് പറയട്ടെ, ഒന്ന് പറഞ്ഞേക്കണം. പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് മാത്രം ജൻസികളെ ആകർഷിക്കാനൊന്നും കഴിയില്ല. ഡൽഹിയിൽ പോയതുകൊണ്ട് ജൻസികളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. NSUA പ്രസിഡൻ്റ് ആയതുകൊണ്ട് ജൻസികളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 24 ദിവസം സമരം നടത്തിയ വിദ്യാർത്ഥികളെ മുഖത്ത് നോക്കി അപരിഷ്കൃതർ എന്ന് വിളിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? തിയേറ്റർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ലൈറ്റ് കേടായി. ആ ലൈറ്റിന് നടത്തിയ അന്ത്യാഞ്ജലിയെ, ഒരു പ്രതീകാത്മക സമരത്തെ, നാടകത്തെ സിസ തോമസിനെതിരെയുള്ള ശവസംസ്കാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ആരെങ്കിലും അങ്ങനെയൊന്ന് ചെയ്തതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? SFIയുടെ ഭാഗമായി അത്തരത്തിലൊരു സമര രീതിയെ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ SFIക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഗവർണർ നേരിട്ടിറങ്ങിക്കൊണ്ട് മുഴുവൻ സർവകലാശാല VCമാരെയും ഉപയോഗിച്ചുകൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. കേരളത്തിൽ എന്തൊക്കെ വിദ്യാഭ്യാസ വിഷയങ്ങളുണ്ടായി, എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലുണ്ടായി. സംയുക്തമായി VCമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഗവർണർ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ തിരിയുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ജെന്യുവിനായ വിഷയത്തെയാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ ശരി, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ മുഴുവൻ സർവകലാശാല VCമാരെയും ഉപയോഗിച്ച് SFIക്കെതിരെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുക. അപ്പോൾ ഞങ്ങളാണ് മുഖ്യ ശത്രു എന്ന് ഗവർണർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതൊന്നും കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഗവർണർ പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിൻ്റെ ചോറ്റുപട്ടാളമായ മുഴുവൻ VCമാരും പ്രഖ്യാപിച്ചു. എന്താണ് റോജി എം ജോണിന് അതിലുള്ള ശുഷ്കാന്തി? ഗവർണറും VCമാരും RSSൻ്റെ പിടിയിലാണെന്ന് അറിയാത്തവരാണോ കോൺഗ്രസ്? അതോ അറിഞ്ഞിട്ടും അവരുടെ കൂടെയാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് പറയണം. ഇപ്പോൾ സിസ തോമസ് പറഞ്ഞു, 13-ാം തീയതി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. 13-ാം തീയതി അവിടെ സിൻഡിക്കേറ്റിലേക്ക് SFI മാർച്ച് നടത്തി. അവിടെ വിദ്യാർത്ഥികളെ കേൾക്കാൻ VC തയ്യാറായില്ല. 13-ാം തീയതി അവിടുത്തെ SI, കാലടി SI പ്രദീപ് കുമാർ SFIക്കെതിരെ കേസ് ചാർജ് ചെയ്തത് സ്വാഭാവികമായും ഒരു പ്രകടനം നടന്നതിനെ സംബന്ധിച്ചുള്ള കേസാണ്. 60 പേരെ കണ്ടാൽ അറിയുന്ന 60 പേർക്കെതിരെ. എന്നാൽ 16-ാം തീയതിയിൽ എത്തുമ്പോഴേക്ക് സിസ തോമസ് ഒരു മെയിൽ അയക്കുകയാണ് രാത്രി 7:30യോടുകൂടി. അതേസമയം 7:30-ക്ക് 4 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. മെബിനെ ഉൾപ്പെടെയുള്ള 4 പേരെ അറസ്റ്റ് ചെയ്തു. ആ 4 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ 4 പേരെ അറസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് മെയിൽ അയച്ചിരിക്കുകയാണ്. ആ മെയിലിൽ സിസ തോമസ് പറയുകയാണ്, മുടിക്ക് കുത്തിപ്പിടിച്ചു വിദ്യാർത്ഥികൾ, ചുമരിന് ചാർത്തി നിർത്തി ആക്രമിച്ചു. സിസ തോമസിനെ മുടിക്കാരാ കുത്തിപ്പിടിച്ചത്? ആരെങ്കിലും പിടിച്ചോ? സിസ തോമസിനെ ആരെങ്കിലും ആക്രമിച്ചോ? ഏതെങ്കിലും വിദ്യാർത്ഥി ആക്രമിച്ചോ? ആ കള്ളപ്പരാതിന്മേൽ VC നുണ പറഞ്ഞതിൻ്റെ പേരിൽ, നുണ പറയുന്ന VD സതീശന്, നുണ പറയുന്ന VC എന്ന പോലെ നുണ പറയുന്ന സിസ തോമസിന് പിന്തുണ കൊടുത്തത് ആരാണ്? കേരള പോലീസാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ 4 പേർ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഈ ഓണനാളുകളിൽ ജയിലിലാണ്. ആരാണ് അവരുടെ വീട്ടിൽ ഉത്തരം പറയുക? 80ഓളം കുട്ടികളെ ഇവർ കണ്ടാലറിയുന്നവർ എന്ന പേരിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാമെന്ന നിലയിലാണ്. മഫ്തിയിൽ പോലീസ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കറങ്ങി നടക്കുകയാണ്. RSSകാർ വിലസുകയാണ് ആരെയും ആക്രമിക്കുമെന്ന നിലയിൽ. ഇതെന്താ പോലീസ് രാജോ, ഗുണ്ടാ രാജോ? അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മഫ്തിയിൽ പോലീസ് കറങ്ങി നടക്കുന്നു. ഒരു പെൺകുട്ടിയുടെ, കാലടി സർവകലാശാലയിലെ SFIയുടെ പ്രവർത്തകയായ ഒരു പെൺകുട്ടിയുടെ സഹോദരിയുടെ കല്യാണമാണ് 20-ാം തീയതി. കുട്ടിക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. സ്വന്തം സഹോദരിയുടെ. സിസ തോമസ് ഈ നുണ പറഞ്ഞതുകൊണ്ട്, കള്ളപ്പരാതി കൊടുത്തതുകൊണ്ട്.
ഇപ്പോൾ ഫ്രോഡുലൻ്റായ ഒരു കേസ് നൽകിയിരിക്കുന്നത് ഒരു വി സി ആണ്. വി സി തന്നെ നുണ പറയുന്നു, വി സി തന്നെ കള്ളപ്പരാതി കൊടുക്കുന്നു, വി സി തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെ, അവർ പഠിപ്പിക്കുന്ന സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ജയിലിൽ അടപ്പിക്കുന്നു. ഇത് എന്ത് കേരളമാണ്? എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്? ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് സമാനമായൊരു നുണയല്ലേ. ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ രമേശ് ചെന്നിത്തലയും പ്രതികരിക്കുന്നു. എല്ലാ മന്ത്രിമാരും ഓടി വന്ന് എസ് എഫ് ഐക്കെതിരെയാകുമ്പോൾ ഓടി വന്ന് പ്രതികരിക്കുന്നു. എസ് എഫ് ഐക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ കൂടുതൽ കയ്യടി കിട്ടുമോ എന്നറിയില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും ഈ പറഞ്ഞ വൈസ് ചാൻസലർമാരും എല്ലാവരും സംയുക്തമായി ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ പ്രൊഫസർ സാജു അവിടുത്തെ പാലയാട് ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തുന്ന ഒരു യൂണിറ്റ് കമ്മിറ്റി നടത്തുന്നതല്ല, യൂണിയൻ നടത്തുന്ന പരിപാടി. എസ് എഫ് ഐ നേരിട്ടല്ല, എസ് എഫ് ഐയുടെ യൂണിയനാണ് നടത്തുന്നത്. അതും ഒരു ക്യാമ്പസാണ്. അവിടെ പ്രൊഫസർ സാജുവിന് നേരിട്ട് അധികാരമില്ല, അതൊരു ക്യാമ്പസാണ്, ഔട്ട് ക്യാമ്പസാണ്. അവിടത്തേക്ക് നേരിട്ടിടപെട്ട് ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടി റദ്ദ് ചെയ്യുകയാണ്. അതിനെതിരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നലെ മാഗസിൻ ഇനാഗുറേഷന് ഐഷി ഘോഷ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് തടഞ്ഞാൽ സമാനമായി വാർത്തയാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവായിരുന്ന പ്രൊഫസർ രവീന്ദ്രൻ ഇന്നലെ വൈകുന്നേരത്തേക്ക് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി അഭിനന്ദിനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അകാരണമായി പുറത്താക്കുകയാണ്. റീ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുകയാണ് ഹോസ്റ്റലിൽ നിന്നും ക്യാമ്പസിൽ നിന്നും. അപ്പോൾ സർക്കാർ സർവകലാശാലകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നാണോ ഇവർ പറയുന്നത്? സ്റ്റേറ്റിലെ മന്ത്രിമാരോട് ചോദിക്കുന്നത് ഇതാണ്, ഈ കുട്ടികളൊക്കെ പുറത്താക്കിയത് എന്തിനാണ്? പുറത്താക്കിയ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? പരീക്ഷകൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പരീക്ഷ നടത്തിപ്പിൽ നിന്ന് നല്ല റിസൾട്ട് വേണം, അത് കൃത്യമായിരിക്കണമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ 5 ദിവസമായി ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ രജിസ്ട്രാർ ഒരു പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ഈ കുട്ടികളെ ഇവിടുന്ന് മാറ്റണം, സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. നോക്കൂ, ആ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഏത് സർവകലാശാല പ്രവർത്തനത്തെയാണ് ബാധിച്ചിട്ടുള്ളത്? ഓണാഘോഷിക്കുകയാണ്. ഓണാഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഓണാഘോഷം ഇവർക്ക് പ്രശ്നമാണോ? ഓണോ ഇവരുടെ പ്രശ്നമാണോ? RSSകാർക്ക് വാമന ജയന്തി എന്നൊക്കെയാണ്, ശരിയാണ്. RSSകാർക്ക് വാമന ജയന്തിയാണ്. ഈ പറഞ്ഞ ഉള്ളിലിരിക്കുന്ന ആ അനക്സിലിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അനക്സിലിരിക്കുന്ന റോജി എം ജോണിന് കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ വായി ഉറക്കണം, അല്ലെങ്കിൽ പണി നിർത്തി പോകണം ആവശ്യപ്പെടുകയാണ്. വെറുതെ ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ശാപം വാങ്ങി വെക്കരുത്. എത്ര കുട്ടികളെയാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നത്? SFIക്കാർ മാത്രമാണോ? അതല്ലാത്ത വിദ്യാർത്ഥികൾ ഇവിടെ സമരം ഇരിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ RSSന് ദാസ്യപ്പണി ചെയ്തു കൊടുക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി റോജി എം ജോണും അതിൻ്റെ സർക്കാർ സംവിധാനവും മാറിയിരിക്കുകയാണ്. പോലീസിന് മെയിൽ അയച്ച അറസ്റ്റാണ്, FIR ഇട്ടാൽ ഉടൻ അറസ്റ്റാണ് 4 പേർ. എന്ത് രാജ്യദ്രോഹ കുറ്റാണ് ചെയ്തത്? എന്താണ് തെളിവ്? ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്താതെ ഞങ്ങളിൽപ്പെട്ട 4 പേരെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മാർച്ച് നടത്തി, ഞങ്ങൾ ഉടനെ വാർത്ത കൊടുക്കും, അക്രമ മാർച്ച്. ഞങ്ങളിവിടെ ഇപ്പോൾ മോഹൻ കുന്നുമലിന് പൊട്ടുകൊടലാണ് നടത്തിയത്, അതും പ്രശ്നമാണോ? വടംവലിയാണ് നടത്തിയത്, അതും പ്രശ്നമാണോ? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? SFIക്കാരെയൊക്കെ കൂട്ടി ഞങ്ങൾ അറബിക്കടലിൽ ചാടണോ? ഇപ്പം ഇങ്ങനെയാണോ കാര്യങ്ങൾ? വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കില്ല എന്നാണോ? എന്തൊരു കഷ്ടമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് രാജിനും സംഘപരിവാർ രാജിനും കോൺഗ്രസ് സർക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ പറഞ്ഞ കാലിക്കറ്റ് VC പ്രൊഫസർ രവീന്ദ്രൻ മുഴുവൻ സമയ VC ആയി നിയമിച്ചത് ഗവർണറാണ്. ആ ഗവർണർ നിയമിക്കുന്ന ഘട്ടത്തിൽ അയാൾ ആ സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഈ സമയം വരെ രാജിവെച്ചിട്ടില്ല. RSSകാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരാൾക്ക് സംഘപരിവാറുകാരനായി തുടരാം എന്നും സംഘപരിവാറുകാരനായ ഒരാൾക്ക് കോൺഗ്രസിൻ്റെ വിനീത വിധേയനായി തുടരാമെന്നുമുള്ള അവസ്ഥയാണ് ഇവിടെയുള്ളത്. പ്രൊഫസർ രവീന്ദ്രൻ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവുമാണ്, RSSകാരുടെ ചൊൽപ്പടിക്കാരനുമാണ്. മോഹൻ കുന്നുമൽ RSSകാരനുമാണ്, റോജി എം ജോണിന് ഇഷ്ടക്കാരനുമാണ്. സിസ തോമസ് RSSകാരിയുമാണ്, സമാനമായി കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുമാണ്. അവരുടെ വീട്ടിലെല്ലാവരും കോൺഗ്രസ് ആണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ നറേഷനൊന്നുമല്ല, തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഫസർ രവീന്ദ്രനോട് നിങ്ങൾ ചോദിക്കണം, കുട്ട എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു അവർ. കഴിഞ്ഞ 10-20 വർഷമായി. അത് രാജിവെച്ചോ? കോൺഗ്രസ് അവരെ തള്ളി പറഞ്ഞോ? കാരണം നിയമിച്ചത് നേരിട്ട് ഗവർണറാണ്, RSS ആണ്.
അപ്പോൾ ഈ നിലയിലാണ് കേരളത്തിലെ സർവകലാശാലയിൽ കണ്ണൂരിൽ, കാലിക്കറ്റിൽ, MGയിൽ പറയണ്ടല്ലോ, ഒരു യൂണിയൻ പരിപാടിയാണ് റദ്ദ് ചെയ്തത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കോക്രോച്ചിനെ അതിനകത്ത് കണ്ടു. ഈ പറഞ്ഞ മോഹൻ കുന്നുമലിൻ്റെ അതേ പ്രശ്നം ദുരൈപ്പാണ്ടി മാവൂത്തിനുണ്ട്. കോക്രോച്ചിനെ കണ്ട പേടിയാണ്. ഇവർക്ക് കാണേണ്ടതൊക്കെ സിംഹത്തെയാണ്. സിംഹത്തെ 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ മ്യൂസിയത്തിൽ പോയി കാണിച്ചു കൊടുക്കാം, സൂവിൽ പോയി കാണിച്ചു കൊടുക്കാം, നല്ലോണം കണ്ടോട്ടെ. കുട്ടികളിൽ സിംഹത്തെയോ കോക്രോച്ചിനെയോ അവർക്ക് ഇഷ്ടമുള്ളവരെയോ ഒക്കെ അവർ തിരഞ്ഞെടുത്തോട്ടെ. ആരെയാണ് നിങ്ങൾ ഈ RSSൻ്റെ മനോഭാവം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ചിലപ്പോൾ കോൺഗ്രസ്സുകാർ വഴങ്ങുമായിരിക്കും. ഈ കേരളത്തിലെ മതനിരപേക്ഷ ബോധ്യമുള്ള മനുഷ്യർ വഴങ്ങില്ല, ഇടത് വഴങ്ങില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ VCമാരൊക്കെയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ VCമാരൊക്കെയും ചെയ്യുന്ന ചെയ്തികൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയാണ്. PG പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു കാരണമില്ലാതെ പുറത്താക്കി. കണ്ണൂരിൽ സമാന പ്രശ്നം, MGയിൽ സമാന പ്രശ്നം, കേരളയിൽ സമാന പ്രശ്നം. എന്താണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്? ഈ പ്രശ്നങ്ങളൊന്നും അഭിസംബോധന ചെയ്യാൻ തയ്യാറാവാതെ എങ്ങനെയെങ്കിലും വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുക, ആവശ്യങ്ങളെ പരിഗണിക്കാതിരിക്കുക, RSSനോടൊപ്പം നിൽക്കുക. ഇതായിരുന്നില്ലേ റോജി എം ജോൺ പറഞ്ഞത്? ഇപ്പോൾ കണ്ണൂരിൽ ശരിയാമണ്ണം അപ്ലിക്കേഷൻ കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്ലിക്കേഷൻ കൊടുത്ത് റിജക്റ്റ് ചെയ്തതിൻ്റെ മെയിൽ ഇങ്ങോട്ടുണ്ട്. റോജി എം ജോണൊക്കെ ആരെയാണ് ഈ പറ്റിക്കുന്നത്? ആര് പറയുന്നത് കേട്ടിട്ടാണ് റോജി എം ജോൺ പ്രവർത്തിക്കുന്നത്? VC പറയുന്നത് കേട്ടിട്ടാണോ? VC RSSകാരനല്ലേ? അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ട് ഓഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടി തടയണമെന്ന്. ആ നിർദ്ദേശം കൊടുത്തത് ഒന്നുകിൽ കോൺഗ്രസ് ആയിരിക്കണം, അല്ലെങ്കിൽ സംഘപരിവാർ ആയിരിക്കണം. എന്തായാലും കോൺഗ്രസ് ആണെന്ന് അവർ പറയില്ല, അപ്പോൾ അത് സംഘപരിവാറാണ്. സ്വാഭാവികമായിട്ട് അത് സ്വീകരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കേരളയിലും സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഇടപെടണമല്ലോ. അദ്ദേഹത്തിന് തീർച്ചയായും ആ ചർച്ച ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെങ്കിലും ഓക്കെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പ്രശ്നം എന്താണ്? മണ്ഡലത്തിൽ 24 ദിവസമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹം വിളിച്ചതെന്താ? അപരിഷ്കൃതർ എന്നല്ലേ? എന്ത് അപരിഷ്കൃത സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്? 4 വിദ്യാർത്ഥികൾ ജയിലിലാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. അദ്ദേഹം MLA ആണല്ലോ, മുന്നേ MLA ആണല്ലോ. 24 ദിവസം ആ കുട്ടികളെ കണ്ടില്ല. 24ാം ദിവസം ഞങ്ങൾ നടത്തിയ മാർച്ചിനെ ഏതോ ഒരു മാധ്യമം വളച്ചു കൊടുത്തു. ആ വളച്ചു കൊടുത്തതിനെ ഉപയോഗിച്ച് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ഒരു മന്ത്രിക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹം KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് അല്ലല്ലോ. ചിലപ്പോൾ തെറ്റുപറ്റാം, പക്ഷെ മന്ത്രിക്ക് തെറ്റുപറ്റാൻ പറ്റുമോ? മന്ത്രി തെറ്റായ പ്രസ്താവന നടത്താൻ പറ്റുമോ? പിന്നെ ആർക്ക് പ്രതികരിക്കുന്നേ ഇല്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. പ്രതികരിക്കുന്നില്ല. ദുരൈപ്പാണ്ടി മാവൂത്തുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് നിലപാടാണ് ഇദ്ദേഹം സ്വീകരിച്ചത്? സെനറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ഗവർണറും ഒരുമിച്ച് ചേരുന്ന യോഗത്തിൽ അന്ന് പിറ്റേ ദിവസം നടക്കേണ്ടിരുന്ന സെനറ്റ് അവർ രണ്ടുപേരും ഇരുന്ന ഒരു യോഗത്തിന് ശേഷം, അവിടെ ഒരു മമ്മൂട്ടിക്ക് ഡിലീറ്റ് കൊടുക്കുന്ന യോഗത്തിന് ശേഷം അത് മാറ്റിവെക്കുന്നു. ഉടനെ തൊട്ടടുത്ത ദിവസം ഗവർണറുടെ ഓഫീസിൽ നിന്ന് 19 പേരെ RSSകാരെ നിയമിച്ചുകൊണ്ട് MGയിൽ ലിസ്റ്റ് വരുന്നു. ഇതൊക്കെ സംശയമല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ മിണ്ടിയില്ലല്ലോ. സമാനമായി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ലല്ലോ. പ്രതികരണങ്ങൾ വൈകുന്നു എന്ന മാത്രമല്ല, കടുത്ത നിശബ്ദതയും ഉണ്ടാകുകയാണ്. സ്റ്റേറ്റിൻ്റെ മനുഷ്യരുടെ ചെലവിൽ കാറ്, ഔദ്യോഗിക വസതി, സെക്രട്ടേറിയറ്റ് അനക്സിൽ ഓഫീസ്, 50 സ്റ്റാഫ്. എന്തിനാ? RSSകാർ ഭരിക്കുന്നത് നോക്കി കൈയടിക്കാനാ? ഇതേപോലെ എല്ലാം ഇയാൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാനാ? നടപടി പറയണം, വിശദീകരണം ചോദിക്കണം, മാപ്പ് പറയാൻ ആവശ്യപ്പെടണം. പ്രോ ചാൻസലറുടെ അധികാരമില്ലേ? പ്രോ ചാൻസലർ വെറുതെയാണോ? അപ്പോൾ സ്വാഭാവികം പ്രോ ചാൻസലറുടെ അധികാരം ഉപയോഗിക്കണം. ഗവർണറോട് പറയണം. ഗവർണർ നേരിട്ട് വിളിപ്പിക്കുകയല്ല സിസ തോമസിന് ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ കാലിക്കറ്റിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോകും. കാലിക്കറ്റിൽ ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സമരം അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ DSU തെരഞ്ഞെടുപ്പിൽ MSF അവിടുത്തെ ബാലറ്റ് പൂർണ്ണമായും കീറിയെറിഞ്ഞു. ബാലറ്റ് കീറിയെറിഞ്ഞ MSFൻ്റെ നേതാക്കന്മാരെ അവർ ജയിലിലടച്ചു. ജയിലിലടച്ചതിനെ തുടർന്ന് പിന്നീട് ആ MSF നേതാക്കന്മാർക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല. അതിന് കൗണ്ടറായി SFI നേതാക്കന്മാർക്കെതിരെ ഇവർ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഈ വിദ്യാർത്ഥിക്ക് അവിടെ ക്ലാസ്സിൽ തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റൻഡൻസ് കുറയുന്ന പശ്ചാത്തലത്തിൽ റീഅഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു. റീഅഡ്മിഷൻ തന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓർഡറും കിട്ടി. റീഅഡ്മിഷൻ തന്നുകൊണ്ട് ഓർഡർ വരുന്ന ഘട്ടത്തിൽ അതിൽ ചില ക്ലോസുകൾ വെച്ചു. അതിലൊരു ക്ലോസ്, സർവകലാശാലയ്ക്കെതിരെ നാളെ സമരം ചെയ്യരുത്. സമരം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കും. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു അത് അംഗീകരിക്കാൻ കഴിയില്ല, അതൊക്കെ പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞാണ്. ആ കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് അക്കാഡമിക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, ബ്രില്യൻ്റ് ആയ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അവിടുത്തെ DSUവിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന കാരണത്താൽ അവരൊരു സമരം നടത്തി. ആ സമരത്തിൻ്റെ പേരിൽ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ MSF ഉൾപ്പെടെ ഇടപെട്ട് VCയുടെ ഓഫീസ് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകമായി അതിൽ ഉൾപ്പെടുത്തി. ആ കാരണം പറഞ്ഞ് ഇന്നലെ ഐഷി ഘോഷിൻ്റെ പരിപാടി നടക്കുന്നതിനിടയിൽ ഓർഡർ തയ്യാറാക്കി ഇന്ന് രാവിലത്തേക്ക് പുറത്താക്കി. തീർച്ചയായും കോടതിയെ സമീപിക്കുമെന്ന് മാത്രമല്ല, ഞങ്ങൾ സമരം ചെയ്യും. എന്താ ഞങ്ങൾ ചെയ്ത കുറ്റം? ഏതൊരു കുട്ടിക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആ കുട്ടിക്കില്ലേ? അയാളുടെ കുറ്റം കൊണ്ടല്ല അയാളെ അവിടെ മാറ്റി നിർത്തേണ്ടി വന്നതും. MSF മുഴുവൻ ബാലറ്റും അടിച്ച് കീറിയിട്ട് അവന്മാർക്കെതിരെ ഒരു നിലപാട് പോലും എടുത്തില്ല, ഒരു നടപടി പോലും എടുത്തില്ല. അപ്പോൾ വിനീത ദാസ്യരായി ഇവരുടെ കൂടെ വെക്കുക, സംഘപരിവാറിനോടുള്ള ഓപ്പൺ ഫൈറ്റുകൾ നടത്താൻ ഈ കേരളത്തിൽ SFI അല്ലാതെ മറ്റാരാ? ഞങ്ങൾ നേരിട്ടാണ് കിടുക പറക്കും MSF പ്രസിഡൻറ്റിന്, KSU പ്രസിഡൻറ്റിന്. പറ്റുമോ? പറയട്ടെ, ഈ നിലപാടൊക്കെ സ്വീകരിക്കുമോ? അപ്പോൾ ഈ നിലപാടൊന്നും സ്വീകരിക്കാതെ പിള്ളേർക്കെതിരെ, ഈ കുട്ടികൾക്കെതിരെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന VCമാർക്കെതിരെ ഒരു പ്രസ്താവന പോലും നടത്താതെ അവരുടെ കാൽക്കൽ വീണ് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുക്കുകയാണ്. ഇപ്പോൾ KSUവിന് പ്രശ്നം ഉണ്ടാവില്ല VCമാർ ഇങ്ങനെ പെരുമാറുന്നതിൽ. കാരണം എന്താ? കേരളത്തിലെ സകല സർവകലാശാലകളിലും SFI ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതാ ഈ കേരള സർവകലാശാലയിൽ യൂണിയൻ ഇനാഗ്രേഷൻ ഇപ്പോഴും നടന്നില്ല. 2 മാസം മുമ്പാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ കൈകാലുമൊക്കെ SFI സംസ്ഥാന പ്രസിഡന്റ്, ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ഇവരുടെയൊക്കെ കൈയടിച്ചൊടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. അന്ന് ജയിച്ച യൂണിയൻ ഇതുവരെ ഇനാഗ്രേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഫണ്ട് തരുന്നില്ല. DSS ഇല്ല ഇവിടെ. DSSനെ നിയമിക്കുന്നില്ല. DSSനെ നിയമിക്കാത്തത് എന്താ? കാരണം SFI യൂണിയൻ. അപ്പോൾ ജനാധിപത്യത്തെ റദ്ദ് ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? അതിനും കേസിന് പോകാം, പ്രശ്നമില്ല, കേസിന് പോകാം. എല്ലാത്തിനും കേസിന് പോകണമെന്നാണെങ്കിൽ എന്താണ് SFI പ്രവർത്തകർ ചെയ്യേണ്ടത്? ഗവർണറെതിര്, VCമാരെതിര്, സകലരുമെതിര്. മന്ത്രിക്കാണെങ്കിൽ ഈ കൊടി കണ്ടുകൂടാ. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ റോജി M. ജോണിനോടൊക്കെ ആവശ്യപ്പെടാനുള്ളത് കുറച്ചുകൂടി പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നിലയിലേക്ക് ഇതിനെയൊക്കെ കാണണം എന്നുള്ളതാണ്. ഔട്ട്ലുക്കിൽ ഈ പറയുന്ന വേഷവിധാനത്തിൽ മാത്രം ഇതുണ്ടായാൽ പോരാ എന്നൊരിക്കൽ കൂടി പറയുകയാണ്.